എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പാരിപ്പള്ളി, കല്ലുവാതുക്കൽ, ചാത്തന്നൂർ, ഇത്തിക്കര എന്നീ ഭാഗങ്ങളിലെ നാഷണൽ ഹൈവേ 66-ൻ്റെ വർക്ക് അപ്ഡേറ്റ് ആണ്. വീഡിയോ ആരംഭിക്കുന്നത് പാരിപ്പള്ളി മുക്കടയിൽ നിന്നാണ്. കടമ്പാട്ടുകോണം മുതൽ കാവനാട് വരെയുള്ള ഭാഗത്ത് അശാസ്ത്രീയമായി നിർമ്മിച്ചിരിക്കുന്ന നിർമ്മിതികളൊക്കെ പൊളിച്ചു മാറ്റി പിയറുകളിൽ പുതുതായി പാലങ്ങൾ നിർമ്മിക്കണമെന്ന ആവശ്യവുമായി പല സംഘടനകളും ആക്ഷൻ കൗൺസിലുകൾ രൂപീകരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ സ്ട്രെച്ചിലെ പല ഭാഗങ്ങളിലെയും വർക്കുകൾ നിർത്തിവച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇത്തിക്കരയിലും കൊട്ടിയത്തും പറക്കുളം, മേവറം എന്നീ ഭാഗങ്ങളിലുമൊക്കെയാണ് താൽക്കാലികമായി വർക്ക് നിർത്തിവച്ചിരിക്കുന്നത്. ശിവാലയ കമ്പനിയുടെ കരാർ അനുസരിച്ച് ജൂൺ മാസത്തിനകം എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ആക്കണം എന്നാണ് ഉള്ളത്. ആറിവാൾ ഉപയോഗിച്ച് ഉയരപാതകൾ നിർമ്മിച്ചിരിക്കുന്ന എല്ലാ ഭാഗത്തു നിന്നും ഇപ്പോൾ സോയിൽ ടെസ്റ്റിനായി സാമ്പിളുകൾ കളക്ട് ചെയ്തിട്ടുണ്ട്. സാമ്പിൾ ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് വരുന്ന അനുസരിച്ചായിരിക്കും എവിടെയൊക്കെയാണ് എന്ത് മാറ്റങ്ങൾ വരുന്നതെന്ന് തീരുമാനിക്കുക. കിട്ടിയ വിവരം അനുസരിച്ച് ഏകദേശം 3 മാസമെങ്കിലും എടുക്കും ഈ റിപ്പോർട്ടുകളൊക്കെ വരാനായിട്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ സ്ഥലങ്ങളല്ലാതെയുള്ള ഭാഗങ്ങളിലൊക്കെ ഇപ്പോൾ അതിവേഗമാണ് വർക്കുകൾ നടക്കുന്നത്. ഇപ്പോൾ മൈലക്കാടും കടവൂരും മാത്രമാണ് പിയറിലുള്ള പാലങ്ങൾ നിർമ്മിക്കാനുള്ള അനുമതി ലഭിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള സ്ഥലങ്ങളിലെ അനുമതി റിപ്പോർട്ടിനെ അനുസരിച്ചായിരിക്കും വരിക. പാരിപ്പള്ളിയിലെ ഫ്ലൈ ഓവറിൻ്റെ 2 സൈഡിലെയും അപ്രോച്ച് റോഡിൻ്റെ വർക്ക് പൂർണ്ണമായും കഴിഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് ലെയർ താറങ്ങി പൂർത്തിയാക്കി കുറേ ഭാഗത്ത് ലൈൻ മാർക്കിങ്ങുകളും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പാരിപ്പള്ളി ഭാഗത്ത് പ്രധാനമായും നടക്കുന്നത് ഫ്ലൈ ഓവറിനോട് ചേർന്നുള്ള അപ്രോച്ച് സ്ലാബിന് വേണ്ടിയുള്ള വർക്കുകളാണ്. കൂടാതെ ഫ്ലൈ ഓവറിൻ്റെ തെക്ക് സൈഡിലെ ഓപ്പണിങ്ങിൻ്റെ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്ത് ടാറിംഗ് പ്രവൃത്തിക്ക് വേണ്ടിയുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. മുകളിലെ അപ്രോച്ച് സ്ലാബിൻ്റെ നിർമ്മാണം പൂർത്തിയായതിനു ശേഷം മാത്രമാണ് വാഹനങ്ങൾ മുകളിലൂടെ കടത്തിവിടാൻ കഴിയുക. പാരിപ്പള്ളി ഭാഗത്തെ പൂർണ്ണമായുള്ള വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തിരുന്നു. ഇപ്പോൾ 2 സൈഡിലും അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തും സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കളക്ട്രേറ്റിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചർച്ചയിൽ യാതൊരുവിധ തീരുമാനവുമായിട്ടില്ല. ഇപ്പോൾ ഉണ്ടായ അപകടത്തിന് പ്രധാനമായ കാരണം നീരൊഴുക്കുള്ള സ്ഥലങ്ങളിൽ വളരെ ചെറിയ കൾവർട്ടുകൾ നിർമ്മിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലാണ് 10-12 ആറിവാൾ പാനലുകളൊക്കെ അടുക്കി ഉയർത്തി വച്ചിരിക്കുന്നത്. മുകളിലേക്ക് ഉയർത്തി വച്ചിരിക്കുന്ന ആറിവാൾ പാനലിൻ്റെയും ബാക്കി ഇട്ട് നിരത്തിയിരിക്കുന്ന മണ്ണിൻ്റെയും വെയിറ്റ് കൊണ്ട് താഴെയുള്ള ചെറിയ കൾവട്ടുകൾ പൊട്ടുകയും താഴേക്ക് ഇരുന്ന് പോവുകയാണ് ചെയ്യുന്നത്. മൈലക്കാട് ഇതേ കാരണത്താലാണ് വലിയ ദുരന്തമുണ്ടായത്. ഇതുപോലുള്ള നിർമ്മാണ രീതിയാണ് മറ്റു സ്ഥലങ്ങളിലും ചെയ്തിരിക്കുന്നത്. അത് കാരണത്താലാണ് പറകുളത്തും ഇതുപോലെ ആറിവാൾ പാനലുകൾ താഴേക്ക് ഇരുന്ന് പോയിരിക്കുന്നത്. മുക്കടയ്ക്കും പാരിപ്പള്ളിക്കും ഇടയ്ക്ക് വരുന്ന ഭാഗത്തും ഇതുപോലെയുള്ള ഒരു പ്രദേശമാണ്. അവിടെയും ചെറിയ കൾവർട്ട് നിർമ്മിച്ച് അതിൻ്റെ മുകളിലാണ് ആറിവാൾ പാനലുകളൊക്കെ സ്ഥാപിച്ചിരിക്കുന്നത്. പാരിപ്പള്ളി ജംഗ്ഷനിലെത്തുന്നതിന് തൊട്ട് മുന്നേ എത്തുന്ന ഭാഗങ്ങളിലൊക്കെ പല സ്ഥലങ്ങളിലും ആറിവാൾ പാനലുകളൊക്കെ പുറത്തേക്ക് മുഴച്ച് ഇരിക്കുന്നതായി കാണാം. ഇതുപോലെ ചാത്തന്നൂർ ജംഗ്ഷനിലും നിർമ്മിച്ചിരിക്കുന്ന ആറിവാൾ പാനലുകൾ പലതും പുറത്തേക്ക് തള്ളിയിരിക്കുകയാണ്. ഈ നിർമ്മിതികളെല്ലാം വിദഗ്ധ സംഘങ്ങൾ വന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമേ എത്രത്തോളം സുരക്ഷിതമാണെന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. പാരിപ്പള്ളി കഴിഞ്ഞ് ഇനി നേരെ പോകുന്നത് കല്ലുവാതുക്കൽ ടോൾ പ്ലാസയുടെ അടുത്തേക്കാണ്. 2 ടോൾ പ്ലാസകളുടെയും നിർമ്മാണം ഇപ്പോൾ അന്തിമഘട്ടത്തിലാണ് എത്തിയിരിക്കുന്നത്. ടോൾ പ്ലാസയുടെ പെയിൻറ്റിംഗ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ആദ്യത്തെ ടോൾ പ്ലാസയിൽ ഇനി ജനലുകൾ ഫിറ്റ് ചെയ്യാനുണ്ട്. ടോൾ പ്ലാസ വരുന്ന ഭാഗത്തൊക്കെ കോൺക്രീറ്റ് റോഡാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ കോൺക്രീറ്റ് റോഡിൻ്റെ ഭാഗത്തും ലൈൻ മാർക്കിംഗ് ചെയ്തിട്ടുണ്ട്.
ടോൾ പിരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റുകളൊക്കെ കണക്ട് ചെയ്യുന്ന സ്റ്റേജിലോട്ടാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. 2 ടോൾ പ്ലാസകളുടെയും ഇടയ്ക്കായി വരുന്ന ടോയ്ലറ്റ് ബ്ലോക്കിൻ്റെയും യൂട്ടിലിറ്റി ബിൽഡിങ്ങിൻ്റെയും വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ചെറിയ കഫ്റ്റീരിയയ്ക്ക് വേണ്ടിയുള്ള സ്പേസാണ് ഇടത് സൈഡിലും വലത് സൈഡിലുമായി കാണുന്നത്. രണ്ടാമത്തെ ടോൾ പ്ലാസയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇതിൻ്റെയും വർക്കൊക്കെ ഫൈനൽ സ്റ്റേജിലായിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടതുപോലെ തന്നെയാണ് ഇവിടെ മുതൽ ചാത്തന്നൂർ ഫ്ലൈ ഓവറിന് തൊട്ട് മുന്നേ വരെയുള്ള ഭാഗത്ത് പൂർണ്ണമായും വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ചാത്തന്നൂർ വരെയുള്ള ഭാഗത്ത് പൂർണ്ണമായും ലൈൻ മാർക്കിങ്ങുകൾ കഴിഞ്ഞിട്ടുണ്ട്. ക്രാഷ് ബാരിയറിൻ്റെ പെയിൻറ്റിംഗ് വർക്കുകളും കഴിഞ്ഞതായി കാണാം. നമുക്ക് സർവീസ് റോഡ് വഴി പോയി അവിടുത്തെ വർക്ക് അപ്ഡേറ്റുകളൊക്കെ കാണാം. ഇപ്പോൾ മെയിനായും വർക്കുകൾ നടക്കുന്ന സർവീസ് റോഡിൻ്റെ ഭാഗങ്ങളിലാണ്. സർവീസ് റോഡിൽ ഇനി ബാക്കിയുള്ളത് കാൽനട യാത്രക്കാർക്ക് വേണ്ടിയുള്ള ഫുട്പാത്തിൻ്റെ നിർമ്മാണവും ചില സ്ഥലങ്ങളിലെ സെക്കൻഡ് ലെയർ ടാറിങ്ങും അതിനുശേഷമുള്ള ലൈൻ മാർക്കിങ്ങുമാണ്. മെയിൻ റോഡിൽ സ്ഥാപിക്കുന്ന സ്ട്രീറ്റ് ലൈറ്റിൽ നിന്ന് തന്നെയാണ് സർവീസ് റോഡിലേക്കുള്ള സ്ട്രീറ്റ് ലൈറ്റുകളും കണക്ട് ചെയ്യുന്നത്. ചില സ്ഥലങ്ങളിൽ ഇനി അതുകൂടി കണക്ട് ചെയ്യാനുണ്ട്. പല ഭാഗങ്ങളിലും പ്ലംബിംഗ് വർക്കുകളും പുരോഗമിക്കുകയാണ്. ഇതിപ്പോൾ കല്ലുവാതുക്കൽ ജംഗ്ഷനിലേക്കാണ് പോകുന്നത്. ഇവിടെ റോഡിൻ്റെ ഇടത് സൈഡിലായി നോക്കുകയാണെങ്കിൽ ഫുട്പാത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തികളാണ് നടക്കുന്നത്. തീരെ വൃത്തിയില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ ഈ സൈഡിലൊക്കെ ഇൻ്റർലോക്കുകൾ പാകി വരുന്നത്. സർവീസ് റോഡിനെയും ഫുട്പാത്തിനെയും തമ്മിൽ വേർതിരിക്കുന്നതിന് വേണ്ടി ചെറിയ സ്റ്റീലിൻ്റെ ബാരിയറുകളൊക്കെ സ്ഥാപിച്ചു വരുന്നുണ്ട്. അത് ഒന്നിടവിട്ട ഭാഗങ്ങളിലാണ് കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ കടകളും വീടുകളും ഉള്ള ഭാഗങ്ങളിലെ ബാരിയറുകളൊക്കെ ഒഴിവാക്കിയിരിക്കുകയാണ്. ബാക്കിയുള്ള സ്ഥലങ്ങളിലാണ് ബാരിയർ വെച്ച് വരുന്നത്. കല്ലുവാതുക്കൽ ജംഗ്ഷൻ ഭാഗത്ത് ഇപ്പോൾ നടപ്പാതയ്ക്ക് വേണ്ടിയുള്ള വർക്കുകളൊന്നും തുടങ്ങിയിട്ടില്ല. ഡ്രെയിനേജിൻ്റെ ഭാഗം കഴിഞ്ഞ് നല്ല താഴ്ചയുള്ള പ്രദേശങ്ങളിൽ റീട്ടെയിൻ വാളുകൾ ഉയർത്തിയതിന് ശേഷമാണ് അവിടെ നടപ്പാതകൾ നിർമ്മിക്കുന്നത്. ഇത് കല്ലുവാതുക്കൽ പാറയിൽ ജംഗ്ഷനാണ്. ഇവിടുത്തെ മെയിൻ റോഡിൻ്റെയും സർവീസ് റോഡിൻ്റെയൊക്കെ വർക്ക് പൂർത്തിയായിട്ടുണ്ട്. തിരിച്ചു വരുന്ന വീഡിയോയിൽ മെയിൻ റോഡിൻ്റെ ഭാഗം ഉൾപ്പെടുത്താം. നമുക്കിപ്പോൾ സർവീസ് റോഡിൽ എന്തൊക്കെയാണ് വർക്കെന്ന് നോക്കാം. ഇവിടെ നിന്ന് നേരെ പോകുന്നത് കുരിശൻമോട് ഭാഗത്തേക്കാണ്. ഇവിടെയൊക്കെ ഇനി റോഡിൻ്റെ ഇടത് സൈഡിൽ റീറ്റെയിനിങ് വാളുകൾ നിർമ്മിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഫുട്പാത്തുകൾ നിർമ്മിക്കാൻ കഴിയുക. ഇത് താഴ്ന്നൊരു പ്രദേശമാണ്. ഇവിടെയൊക്കെ റോഡിൻ്റെ സെക്കൻഡ് ലെയർ ടാറിങ്ങും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഫുട്പാത്തിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഇടവിട്ടുള്ള ഭാഗങ്ങളിൽ ഇനി ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണം ബാക്കിയുണ്ട്. ഇവിടെ ഇടത് സൈഡിൽ നടപ്പാതകളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നതായി കാണാം. കൂടാതെ ബാരിയറൊക്കെ സ്ഥാപിച്ചു തുടങ്ങിയിട്ടുണ്ട്. പോകുന്നത് കാരങ്കോട് ഭാഗത്തേക്കാണ്. നടപ്പാതകളൊക്കെ ആദ്യം സ്ഥാപിക്കാൻ തുടങ്ങിയ ഭാഗമാണ് കാരങ്കോട്. ഇവിടെ നേരത്തെ സ്ഥാപിച്ചിരുന്ന നടപ്പാതകളിലൊക്കെ ഇപ്പോൾ പുല്ലുപിടിച്ച് ഇരിക്കുന്നതായി കാണാം. പല ഭാഗങ്ങളിലും വാട്ടർ അതോറിറ്റിയുടെ പ്ലംബിംഗ് വർക്കുകൾ നടക്കുന്നുണ്ട്. നടപ്പാതകൾ നിർമ്മിക്കുന്നതിന് മുന്നോടിയായി ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഇപ്പോൾ ശീമാട്ടി ജംഗ്ഷൻ അടുത്താണ് എത്തിയിരിക്കുന്നത്. ഈ ഭാഗത്തും കുറച്ച് താഴ്ന്ന പ്രദേശമുണ്ട്. അവിടെയും റീറ്റെയിനിങ് വാളുകൾ നിർമ്മിക്കുന്ന പ്രവൃത്തി നടക്കുകയാണ്. ഒരു സൈഡിലുള്ള ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് ഇനി ബാക്കിയാണ്. പല സ്ഥലങ്ങളിലും ഒന്നിടവിട്ട ഭാഗങ്ങളിലാണ് ഇപ്പോൾ നടപ്പാതകൾ നിർമ്മിച്ചതായി കാണാം. ചില ഭാഗങ്ങളിൽ വീതി കുറവായതിനാലും ചില ഭാഗങ്ങളിൽ മറ്റ് പ്രശ്നങ്ങളാലുമാണ് ഇപ്പോൾ നടപ്പാതകളുടെ വർക്കുകൾ നടക്കാത്തത്.
ഇത് ഊറാംവിള KSRTC ബസ് സ്റ്റാൻഡിൻ്റെ മുൻവശത്തെ ഭാഗമാണ്. ഇവിടെയും ഇടത് സൈഡിൽ റീറ്റെയിനിങ് വാളുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. നിർമ്മിച്ച ഭാഗങ്ങളിലൊക്കെ മണ്ണ് നിരത്തി നടപ്പാതകളൊക്കെ നിർമ്മിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ ഭാഗത്ത് ഇനി റോഡിൻ്റെ സെക്കൻഡ് ലെയർ ടാറിങ് ചെയ്യേണ്ടതുണ്ട്. കല്ലുവാതുക്കൽ ടോൾ പ്ലാസ മുതൽ ഇവിടെ വരെയുള്ള ഭാഗത്താണ് മെയിൻ ഹൈവേയുടെ വർക്കുകളെല്ലാം കംപ്ലീറ്റായി കിടക്കുന്നത്. നേരെ കാണുന്നത് ചാത്തന്നൂർ ഫ്ലൈ ഓവറിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗമാണ്. അപ്രോച്ച് റോഡിൻ്റെ വർക്കുകളും കഴിഞ്ഞ് ലൈൻ മാർക്കിങ്ങും ചെയ്തിട്ടിരിക്കുകയാണ്. പാരിപ്പള്ളിയിൽ കണ്ടതുപോലെ തന്നെയാണ് തെക്കും വടക്കും ഭാഗത്തുള്ള അപ്രോച്ച് സ്ലാബിൻ്റെ നിർമ്മാണ പ്രവൃത്തി മാത്രമാണ് ബാക്കിയുള്ളത്. ടാറിങ് വർക്കുകളൊന്നും നടന്നിട്ടില്ല. ഇവിടെ കുറച്ച് ഭാഗത്ത് മണ്ണൊക്കെ നീക്കം ചെയ്തിട്ടുണ്ട്. ഉടൻ തന്നെ ആ വർക്കുകളൊക്കെ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെയും ആക്ഷൻ കമ്മിറ്റികൾ രൂപീകരിച്ച് സമരം ആരംഭിച്ചിട്ടുണ്ട്. ചാത്തന്നൂർ ഫ്ലൈ ഓവറിൻ്റെ അപ്രോച്ച് റോഡ് നോക്കുകയാണെങ്കിൽ പല ഭാഗങ്ങളിലും അറിവാൾ പാനലുകളൊക്കെ തള്ളി പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഇതിൻ്റെ മറു സൈഡിലാണ് ഏറ്റവും കൂടുതൽ അപകടാവസ്ഥയിലിരിക്കുന്നത്. സ്കൂൾ വിദ്യാർത്ഥികളൊക്കെ അതുവഴി എപ്പോഴും കടന്നു പോകുന്നതാണ്. അതുകൊണ്ട് അപകടം വരുന്നതിന് മുമ്പ് അപകടത്തെ തിരിച്ചറിയേണ്ടതാണ്. ഡംപിംഗ് വർക്കുകളൊക്കെ പുരോഗമിച്ചിട്ടുണ്ട്. ചാത്തന്നൂർ ഫ്ലൈ ഓവറിൻ്റെ വടക്ക് സൈഡിലെ അപ്രോച്ച് റോഡിൻ്റെ വർക്കും പൂർത്തിയായിട്ടുണ്ട്. അവിടെയും സെക്കൻഡ് ലെയർ ടാറിങ് കംപ്ലീറ്റ് ആക്കി ലൈൻ മാർക്കിംഗ് ചെയ്തിട്ടിരിക്കുകയാണ്. ലെയർ വരുന്ന ഭാഗത്തൊക്കെ ഇപ്പോൾ കറുപ്പും വെള്ളയും പെയിൻറ്റ് ചെയ്തിട്ടിരിക്കുന്നതായി കാണാം. ഇവിടെ നിന്ന് നേരെ കാണുന്നത് തിരുമുക്ക് നിർമ്മിക്കുന്ന അടിപ്പാതയുടെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗമാണ്. അവിടെ ഇപ്പോൾ മണ്ണ് ഫില്ല് ചെയ്ത് GSP നിരത്തിയിരിക്കുന്നതായി കാണാം. ഉടൻ തന്നെ ആ ഭാഗത്തും ടാറിങ് വർക്കുകൾ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. തിരുമുക്കിൽ പുതുതായി നിർമ്മിക്കുന്ന അടിപ്പാതയുടെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. പഴയ അടിപ്പാതയുടെ അതേ നീളവും വീതിയിലാണ് പുതിയ അടിപ്പാത നിർമ്മിക്കുന്നത്. പഴയ അടിപ്പാതയിൽ നിന്ന് 3 മീറ്ററോളം മാറിയാണ് പുതിയ അടിപ്പാത നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. 2 അടിപ്പാതകളുടെയും ഇടയ്ക്കായി റീറ്റെയിനിങ് വാളുകൾ നിർമ്മിച്ച് അതിനുള്ളിൽ മണ്ണ് ഫില്ല് ചെയ്തായിരിക്കും നിർമ്മിക്കാൻ സാധ്യത. പുതിയ അടിപ്പാതയുടെ കാസ്റ്റിംഗ് വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി വടക്ക് സൈഡിലെ അപ്രോച്ച് റോഡിൻ്റെ വർക്കുകളാണ് ആരംഭിക്കാൻ ബാക്കിയുള്ളത്. ഉടൻ തന്നെ അത് ആരംഭിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നേരെ ഇത്തിക്കര ഭാഗത്തേക്കാണ് പോകുന്നത്. ഇത്തിക്കര നിർമ്മിക്കുന്ന പുതിയ 2 പാലങ്ങളുടെയും നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. ഈ ഭാഗത്താണ് ശിവാലയ കൺസ്ട്രക്ഷൻ്റെ പ്ലാന്റ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് അന്തിമഘട്ടത്തിൽ മാത്രമായിരിക്കും ഇവിടെ വർക്ക് പുരോഗമിക്കാൻ സാധ്യതയുള്ളത്. മെയിൻ റോഡിൻ്റെയും സർവീസ് റോഡിൻ്റെയും വർക്കുകൾ ഇവിടെ വരെയാണ് കഴിഞ്ഞിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്താണ് ഇനി വർക്ക് പുരോഗമിക്കാനുള്ളത്. നേരെ ഈ പ്ലാന്റ് നിൽക്കുന്ന ഭാഗത്തുകൂടിയായിരിക്കും പുതിയ ഹൈവേ കടന്നു പോകുന്നത്. ഇത് പഴയ നാഷണൽ ഹൈവേയുടെ ഭാഗമാണ്. പഴയ ഇത്തിക്കര പാലം സർവീസ് റോഡായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നിന്നും തിരിച്ച് റോഡിൻ്റെ മറുവശത്തെ കാഴ്ചകളോടി ഒന്ന് കാണാം. കല്ലുവാതുക്കൽ ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെ സെക്കൻഡ് ലെയർ ടാറിങ്ങും കംപ്ലീറ്റ് ആക്കി അവിടെ ലൈൻ മാർക്കിങ്ങുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. നമുക്ക് ആ ഭാഗത്തൊക്കെ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഇപ്പോൾ പാരിപ്പള്ളി ഡയറക്ഷനിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇടത് സൈഡിലായുള്ള കുന്ന് പൂർണ്ണമായി ഇടിച്ചു മാറ്റി സർവീസ് റോഡ് അതിന് മുകളിലൂടെയാണ് കടന്നു പോകുന്നത്. ആ ഭാഗത്ത് ഇപ്പോൾ റീറ്റെയിനിങ് വാളിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ കംപ്ലീറ്റ് ആക്കിയതായി കാണാം. സർവീസ് റോഡിൻ്റെ ഭാഗത്ത് മണ്ണ് നിരത്തി ഇപ്പോൾ അവിടെ GSP നിരത്തുന്ന പണിയാണ് നടക്കുന്നത്. റോഡ് വരുന്ന ഭാഗത്ത് വർക്കുകൾ നടക്കുന്നില്ല. ഇവിടെ കുറേ മണ്ണ് കൊണ്ട് കൂട്ടിയിട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഇവിടെ നിന്ന് നീക്കം ചെയ്യണം. തിരുമുക്ക് അടിപ്പാതയിലേക്കുള്ള അപ്രോച്ച് റോഡാണ് ഈ നേരെ പോകുന്നത്.
ഇവിടെ സർവീസ് റോഡിൽ ഓടയുടെ ഭാഗം കഴിഞ്ഞ് നടപ്പാതകൾ തീരെ വീതി കുറവായി കാണാം. ഇത് തിരുമുക്കാടിപ്പാതയുടെ മറുവശത്തെ കാഴ്ചയാണ്. ഇവിടെ ആര്യവാൾ പാനലിലെ വർക്കുകളൊക്കെ ഒരു സൈഡിൽ പുരോഗമിക്കുകയാണ്. പുതിയ അടിപ്പാതയും പഴയ അടിപ്പാതയും അടുത്ത് തന്നെയാണ് വരുന്നത്. അതിൻ്റെ ഇടയ്ക്കായി ഒരു 3 മീറ്ററോളം സ്പേസ് വരുന്നുണ്ട്. അവിടെ റീറ്റെയിനിങ് വാളിൻ്റെ നിർമ്മാണ പ്രവൃത്തിയും നടക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് നേരെ ചാത്തന്നൂർ ഭാഗത്തേക്ക് പോകാം. അവിടെയാണ് കൂടുതലും ആര്യവാൾ പാനലുകളൊക്കെ പല ഭാഗങ്ങളിലും മുഴച്ചു നിൽക്കുന്നത്. വിട്ടുവിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ ക്രാഷ് ബാരിയറിൻ്റെ കാസ്റ്റിംഗ് വർക്കുകളും നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ ഫ്ലൈ ഓവറിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ വർക്ക് പൂർണ്ണമായും കഴിഞ്ഞ് കിടക്കുന്നതായി കാണാം. ക്രാഷ് ബാരിയറിൻ്റെ കാസ്റ്റിംഗ് വർക്കുകളെല്ലാം കഴിഞ്ഞ് റോഡിൻ്റെ സെക്കൻഡ് ലെയർ ടാറിങ്ങും ചെയ്ത് ലൈൻ മാർക്കിങ്ങും ചെയ്തിരിക്കുന്നതായി കാണാവുന്നതാണ്. ഇവിടെയും ഇനി 2 സൈഡിലെ അപ്രോച്ച് സ്ലാബിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമായിരിക്കും വാഹനങ്ങൾ കടത്തിവിടാൻ കഴിയുക. ഇവിടെയൊക്കെ ആര്യവാൾ പാനലിലേക്ക് നോക്കുകയാണെങ്കിൽ പല ഭാഗത്തും കയറി ഇറങ്ങിയൊക്കെയാണ് ഇരിക്കുന്നത്. വീഡിയോയിൽ എത്രത്തോളം കാണാൻ കഴിയുമെന്ന് അറിയില്ല. നേരിട്ട് കാണുമ്പോൾ ഭീകരമായ രീതിയിലാണ് ഇരിക്കുന്നത്. ചില ഭാഗങ്ങളിലൊക്കെ നല്ല രീതിയിൽ പുറത്തേക്ക് തള്ളി തന്നെയാണ് ഇരിക്കുന്നത്. പാരിപ്പള്ളിയിൽ അമൃത സ്കൂളും LP സ്കൂളും ഉള്ളതുപോലെ തന്നെയാണ് ഇവിടെയും ഒരുപാട് സ്കൂളുകളും ഗവൺമെൻറ് സ്ഥാപനങ്ങളും ഉള്ള ഒരു ഭാഗമാണ്. ഇപ്പോൾ ഫ്ലൈ ഓവറിൻ്റെ അകത്തെ മണ്ണുകളൊക്കെ നീക്കം ചെയ്യുകയാണ്. ഉടൻ തന്നെ ടാറിംഗ് പ്രവൃത്തികളൊക്കെ നടക്കുമായിരിക്കും. ജനകീയ പ്രക്ഷോഭത്തിലൂടെ മാത്രമേ ഇനി എന്തെങ്കിലും സാധിക്കുകയുള്ളൂ. നേരെ മെയിൻ റോഡിൻ്റെ ഭാഗത്തേക്ക് കയറി അവിടുത്തെ കാഴ്ചകളൊന്ന് കാണാം. ഇവിടെ മുതൽ പാരിപ്പള്ളി വരെയുള്ള ഭാഗത്താണ് ഇപ്പോൾ വർക്ക് പൂർത്തിയായിരിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന എൻട്രി പോയിൻറ്റുകളും എക്സിറ്റ് പോയിൻറ്റുകളൊക്കെ പല വീഡിയോകൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് അത് പ്രത്യേകിച്ച് എടുത്ത് പറയാതിരുന്നത്. ക്രാഷ് ബാരിയറിൻ്റെ ഭാഗത്ത് വൈറ്റും ബ്ലാക്കും ലൈൻസാണ് വരച്ചിരിക്കുന്നത്. യെല്ലോയും ബ്ലാക്കും ലൈൻസ് വരുന്ന ഭാഗങ്ങളിലാണ് എക്സിറ്റ് എൻട്രി പോയിൻറ്റുകളൊക്കെ വരുന്നത്. ചാത്തന്നൂരിനും ചീമാട്ടിക്കും ഇടയ്ക്കുള്ള ഭാഗത്താണ്. ഇവിടെ ഒരു എക്സിറ്റ് പോയിൻ്റ് ഉണ്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഒരു എക്സിറ്റ് പോയിൻ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അവിടെയും മഞ്ഞയും കറുപ്പും പെയിൻ്റ് അടിച്ചിരിക്കുന്നതായി കാണാം. ഇതിനു മുന്നേ എക്സിറ്റ് പോയിൻ്റ് ചെയ്തിരിക്കുന്നത് കാരങ്കോട് സ്പിന്നിംഗ് മില്ലിൻ്റെ മുൻവശത്താണ്. അതായത് എതിർവശത്തായിട്ടാണ് എക്സിറ്റ് പോയിൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തും ഒരു എക്സിറ്റ് പോയിൻ്റോ എൻട്രി പോയിൻ്റോ വരാൻ സാധ്യതയുണ്ട്. ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണം കഴിഞ്ഞാൽ മാത്രമേ അത് എക്സിറ്റ് പോയിൻ്റ് ആണോ എൻട്രി പോയിൻ്റ് ആണോ എന്ന് പറയാൻ കഴിയുകയുള്ളൂ. എക്സിറ്റ് പോയിൻ്റ് ആവാനാണ് സാധ്യത ചാത്തന്നൂർ ഭാഗത്തേക്കൊക്കെ പോകുന്ന വാഹനങ്ങൾ. ഇപ്പോൾ കാരങ്കോട് സ്പിന്നിംഗ് മില്ലിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഒരു എക്സിറ്റ് പോയിൻ്റ് നിർമ്മിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ അടുത്ത എക്സിറ്റ് പോയിൻ്റ് ഇവിടെ നിർമ്മിക്കാൻ സാധ്യതയുണ്ട്. ഇതുവരെ നിർമ്മിച്ച എക്സിറ്റ് പോയിൻറ്റിനെയും എൻട്രി പോയിൻറ്റുകൾ വെച്ച് ഒരു വീഡിയോ ഇതിനു മുന്നേ ചെയ്തിരുന്നു. വർക്ക് കംപ്ലീറ്റ് ആവുന്നതനുസരിച്ച് അതിനെക്കുറിച്ചുള്ള പുതിയ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ കാരങ്കോട് സ്പിന്നിംഗ് മില്ലിൻ്റെ അടുത്താണ് എത്തിയിരിക്കുന്നത്. ഇവിടെയും ഒരു എക്സിറ്റ് എൻട്രി പോയിൻ്റ് ഉണ്ട്. നമുക്ക് ലൈൻ മാർക്ക് ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ അറിയാം. ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടില്ല. നേരെ സർവീസ് റോഡിലോട്ട് കയറി അവിടുത്തെ കാഴ്ചകളൊന്ന് കാണാം. അവിടെയൊക്കെ ഇപ്പോൾ ലൈൻ മാർക്കിംഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെ റോഡിൻ്റെ ഇടത് സൈഡിൽ ഇപ്പോൾ നടപ്പാതകൾക്ക് വേണ്ടിയുള്ള ഇൻ്റർലോക്കുകൾ പാകുന്ന വർക്കുകളാണ് നടക്കുന്നത്.
ഇവിടെ മുതൽ കല്ലുവാതുക്കൽ വരെയുള്ള ഭാഗത്ത് ഇപ്പോൾ റോഡിൻ്റെ സെക്കൻഡ് ലെയർ ടാറിങ് കംപ്ലീറ്റ് ആക്കി ലൈൻ മാർക്കിങ്ങുകളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കല്ലുവാതുക്കൽ പാറയിൽ ജംഗ്ഷനിലെ ഭാഗമാണ്. ഇവിടെയാണ് പാറയെല്ലാം പൊട്ടിച്ച് സർവീസ് റോഡ് ആ കുന്നിൻ്റെ മുകളിലൂടെ കടത്തിവിട്ടത്. ഇപ്പോൾ ഇവിടെയും ടാറിങ് വർക്കുകൾ പൂർത്തിയാക്കി റോഡിൽ ലൈൻ മാർക്കിങ്ങുകളൊക്കെ ചെയ്തിരിക്കുന്നതായി കാണാം. നേരെ കല്ലുവാതുക്കൽ ജംഗ്ഷനിലേക്കാണ് പോകുന്നത്. ഇവിടെ ഇനി ഫുട്പാത്തിൻ്റെ നിർമ്മാണം മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കി വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അല്പം വീതി കുറവാണ് ഫുട്പാത്തിൻ്റെ ഭാഗത്തൊക്കെ. ഇനി നേരെ പാരിപ്പള്ളി വരെ പോയി ഈ വീഡിയോ അങ്ങ് അവസാനിപ്പിക്കാം. ഈ ഒരു എക്സിറ്റ് പോയിൻ്റ് വഴിയാണ് പാരിപ്പള്ളി ഭാഗത്തേക്കൊക്കെ പോകാൻ കഴിയുന്നത്. നിങ്ങളിപ്പോൾ നേരെ കാണുന്നത് പാരിപ്പള്ളി ഫ്ലൈഓവറിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ ഭാഗമാണ്. ഇവിടെയും സെക്കൻഡ് ലെയർ ടാറിങ് കഴിഞ്ഞ് ലൈൻ മാർക്കിങ്ങുകളൊക്കെ ചെയ്തിട്ടിരിക്കുന്നതായി കാണാം. കൊട്ടിയം മേവറം ഭാഗത്തെ വീഡിയോയുമായി ഉടൻ തന്നെ വരാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.